2009 മുൻപ് ദിവസം നഗരങ്ങളിൽ 17 രൂപ കയ്യിൽ കിട്ടുന്നവർ ദരിദ്രനല്ല എന്നായിരുന്നു കണക്ക്. അതുപോലെ ഗ്രാമങ്ങളിലാണെങ്കിൽ 12 രൂപ തികച്ചു കിട്ടിയാൽ ദരിദ്രനല്ലായി മാറും. 2009 തെണ്ടുൽക്കർ കമ്മിറ്റി നിർദ്ദേശം അനുസരിച്ച് നഗരങ്ങളിൽ 29 രൂപ കിട്ടുന്നവരും ഗ്രാമങ്ങളിൽ 22 രൂപ കിട്ടുന്നവരും ദരിദ്രരല്ലാതായി. 2011-12 ഈ കണക്ക് പരിഷ്കരിച്ചു. ദിവസം 36 രൂപ നഗരങ്ങളിൽ കിട്ടുന്നവരും 30 രൂപ ഗ്രാമങ്ങളിൽ കിട്ടുന്നവരും ദരിദ്രരല്ലാതായി. 2014 രംഗരാജൻ കമ്മീഷൻ കണ്ടെത്തിയത് 47 രൂപ നഗരങ്ങളിലും 33 രൂപ ഗ്രാമങ്ങളിലും കിട്ടിയാൽ ദരിദ്രനല്ല എന്നായിരുന്നു. ഇതിനുശേഷമാണ് ഇന്ത്യ ലോകബാങ്കിന്റെ രേഖ സ്വീകരിച്ചത്. അങ്ങനെയാണ് $3 ദാരിദ്ര്യരേഖ ഉണ്ടായത്. തെണ്ടുൽക്കർ കമ്മിറ്റിയുടെ കണക്ക് വെച്ചാണെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോ ദരിദ്രർ 9.9%. രംഗരാജൻ കമ്മിറ്റിയുടെ കണക്ക് വെച്ചാണെങ്കിൽ 12.2%. ലോകബാങ്കിന്റെ കണക്കിൽ 5.3%. യഥാർത്ഥത്തിൽ 60 രൂപ കൊണ്ട് ഈ രാജ്യത്ത് ഒന്നും നടക്കില്ലെന്ന് എല്ലാവർക്കും അറിയാം. ദിവസം 200 രൂപ കൂലി കിട്ടുന്നവർക്ക് പോലും 30 ദിവസം പണിയെടുത്താലും 6000 രൂപയെ കയ്യിൽ വരൂ. അതുകൊണ്ട് ഒരു മാസം എങ്ങനെ കഴിഞ്ഞുകൂടാനാകും?